മദ്യനയത്തിൽ ചർച്ച നടന്നില്ലെന്ന എക്സൈസ് മന്ത്രിയുടെ വാദം പച്ചക്കള്ളമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. എക്സൈസ് മന്ത്രിയെ മറികടന്ന് ടൂറിസം മന്ത്രി ബാർ ഉടമകളുമായി ചർച്ച നടത്തി. രണ്ടു മന്ത്രിമാരും രാജിവെച്ച് ജുഡീഷ്യൽ അന്വേഷണം നേരിടണം. ബാർ കോഴ ആരോപണത്തിൽ സർക്കാരിനോട് 6 ചോദ്യങ്ങളും വി ഡി സതീശൻ ഉന്നയിച്ചിട്ടുണ്ട്. ടൂറിസം വകുപ്പ് വിളിച്ചു ചേർത്ത മെയ് 21-ാം തീയതിയിലെ യോഗത്തിൽ ഈ ഡ്രൈ ഡേയെ കുറിച്ചും ബാറിന്റെ സമയപരിധി വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചും ചർച്ച നടന്നിട്ടുണ്ട്. രണ്ട് മന്ത്രിമാരും പച്ചക്കള്ളമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കൂടിയാലോചനയും നടന്നിട്ടില്ല. ഔദ്യോഗികമായ യോഗങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ ടൂറിസം വകുപ്പ് ഇതിൻ്റെ അകത്ത് വലിയ തോതിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. എന്തുകൊണ്ടാണ് അബ്കാരി പോളിസി തീരുമാനിക്കേണ്ട എക്സൈസ് വകുപ്പിനെ മറികടന്ന് ടൂറിസം വകുപ്പ് ഇക്കാര്യത്തിൽ ഇടപെട്ടത്? രണ്ട് മന്ത്രിമാരും എന്തിനാണ് ഒരു തരത്തിലുള്ള ചർച്ചയും നടത്തിയിട്ടില്ല എന്ന് പച്ചക്കള്ളം പറഞ്ഞത്? രണ്ട് മന്ത്രിമാർക്കെതിരായും രണ്ട് വകുപ്പുകൾക്കെതിരായും ഗുരുതരമായ അഴിമതി ആരോപണം വന്നിട്ടും മുഖ്യമന്ത്രി പതിവ് പോലെ എന്തുകൊണ്ടാണ് മഹാമൗനത്തിന്റെ മാളങ്ങളിൽ ഒളിക്കുന്നത്? അലി അക്ബർ ഷാ വിശദാംശങ്ങളുമായി. പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനത്തിൽ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് അലി അക്ബർ ഷാ? മദ്യനയ അഴിമതി കേസുമായി അഴിമതിയുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ചർച്ചകളോ ഇടപെടലുകളോ നടത്തിയിട്ടില്ല എന്നതായിരുന്നു എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ വിശദീകരണം. എന്നാൽ ടൂറിസം മന്ത്രിയും എക്സൈസ് മന്ത്രിയും കള്ളം പറയുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത്. മന്ത്രിമാർ ഒരു തരത്തിലുള്ള കൂടിയാലോചന നടത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ടൂറിസം വകുപ്പ് ഒരു സൂം മീറ്റിംഗ് നടത്തിയതിന്റെ കൃത്യമായ തെളിവുകളും ആ മീറ്റിംഗിന്റെ ലിങ്ക് ഉൾപ്പെടെ തന്റെ കയ്യിൽ ഉണ്ട് എന്നും ഈ വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു. ടൂറിസം വകുപ്പ് കൃത്യമായ ഇടപെടൽ നടത്തിയെന്ന് വ്യക്തമാക്കുന്ന എല്ലാ തെളിവുകളും തന്റെ കൈവശമുണ്ട് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റൊരു കാര്യം, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിലുള്ള അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും ഈ സംഭവം അഴിമതി എങ്ങനെ ഉണ്ടായി എന്നതല്ല സർക്കാർ പരിശോധിക്കുക, മറിച്ച് ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട വാർത്ത എങ്ങനെ പുറത്തുപോയി എന്ന കാര്യമാണ് സർക്കാർ അന്വേഷിക്കുക എന്നുള്ള ആരോപണവും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 6 ചോദ്യങ്ങൾ സർക്കാരിനോട് 6 ചോദ്യങ്ങൾ ബാർക്കോഴ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരിക്കുന്നു. ഒന്ന്, ടൂറിസം വകുപ്പ് എക്സൈസ് വകുപ്പിനെ മറികടന്ന് എന്തിന് ഈ വിഷയത്തിൽ ഇടപെട്ടു? 2, ടൂറിസം വകുപ്പിന്റെ അനാവശ്യ തിടുക്കം എന്തിനു വേണ്ടിയായിരുന്നു? 3, ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്ന് കള്ളം പറഞ്ഞത് എന്തിന്? മാധ്യമങ്ങളോട് ഉൾപ്പെടെ കള്ളം പറഞ്ഞത് എന്തിന്? 4, DGPക്ക് എക്സൈസ് മന്ത്രി നൽകിയ പരാതി അഴിമതിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ളതല്ലേ? 5, കെ എം മാണിയുടെ ബാർക്കോഴ ആരോപണം ഉയർന്ന സമയത്ത് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്തത്. ആ മാതൃക എന്തുകൊണ്ട് സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല? മറ്റൊന്ന്, സർക്കാരിനെതിരെ ഇത്രയും ഗുരുതര ആരോപണം ഉണ്ടായിട്ടും 2 മന്ത്രിമാർക്കെതിരെ ആരോപണം ഉണ്ടായിട്ടും മുഖ്യമന്ത്രി എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു? ഈ 6 ചോദ്യങ്ങൾ സർക്കാരിനോട് ഉന്നയിക്കാൻ കൂടിയായിരുന്നു ഇന്ന് പ്രധാനമായും പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം വിളിച്ചത്. എന്തായാലും വിഷയവുമായി ബന്ധപ്പെട്ട് മന്ത്രിമാർ കള്ളം തുടരുകയാണ്. കള്ളം കള്ളം തന്നെയാണ് മാധ്യമങ്ങളിലൂടെയും പറഞ്ഞിരിക്കുന്നത്. കള്ളം പ്രചരിപ്പിച്ച ശേഷമാണ് അവർ വിദേശയാത്രയ്ക്ക് പോയതെന്നത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളും പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷം ഈ വിഷയത്തിൽ പ്രത്യക്ഷ സമര പരിപാടികളുമായി ഇറങ്ങുകയാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കും. 2 മന്ത്രിമാരും രാജിവെച്ച് ജുഡീഷ്യൽ അന്വേഷണം എന്നതാണ് തങ്ങളുടെ ആവശ്യമെന്നും പ്രതിപക്ഷ നേതാവ് ഈ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുന്നു. നികേഷ്.